ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ഇതൊരു അടാർ ഐറ്റം. അടാർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റത്തിൻ്റെ പേര് എന്ന് പറയുന്നത് എഗ് പോള. എഗ് പോള. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അധികം ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതെ, എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യുക. ഇതിനധികം റെസിപ്പി ഒന്നും വേണ്ട. ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും വരിക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ചോപ്പ് ചെയ്ത സവാളയാണ്. ഒരു 3 സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഒറിഗാനോ. ഇത് നിർബന്ധമില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി വെക്കാം. ഞാൻ ഇതേപോലെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈ പാനോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം അങ്ങനെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയാൽ ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. അധികം മൂത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ടി വരണം. നന്നായി വഴണ്ടാലാണ് നമ്മൾ മസാല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വേഗം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അത് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഈ ടൈമിൽ ഫ്ലെയിം നല്ലോണം ലോ ആക്കി വെക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. എന്നിട്ട് ഇടയ്ക്ക് നമ്മളിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇടാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി. നമുക്ക് എല്ലാ പൊടികളും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അതിട്ടതിന് ശേഷം മിക്സ് ആക്കിയാൽ മതി. കുരുമുളക് പൊടി, അടുത്തതായിട്ട് ഗരം മസാല. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യുക. എല്ലായിടത്തും മസാല ആവുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ മസാല അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം, ഒറിഗാനോ. ഇതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാരണം ഇട്ടതാണ്, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ അതിനനുസരിച്ച് മസാലക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാലയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന പാന് എത്രത്തോളം വലുപ്പമുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബേസിൻ്റെ അളവ് കൂട്ടാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ ഏകദേശം ഒരു ഗ്ലാസ്സോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. അതാദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് വീണ്ടും ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അടിച്ച് വെച്ചാൽ മിക്സിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവ് കൂട്ടാം. ഇനിയിപ്പോൾ നമ്മൾ അടിച്ച മിക്സിയിൽ ബ്രെഡ് അത് മിക്സാക്കിയതിന് ശേഷം അത് കട്ടിയായിട്ടിരിക്കുകയാണ് ചെയ്യുക, കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബ്രെഡ് നല്ലോണം മുങ്ങി വരണം. ഇത് മിക്സ് ആക്കുമ്പോൾ വലിയ പീസുകൾ ഇല്ലാത്ത നിലക്ക് നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കണം.
അപ്പോഴാണ് അതിൻ്റെ ബേസ് നല്ല ഇതിൽ ഇരിക്കുള്ളൂ. ഇനി വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ്. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 2 കോഴിമുട്ട ഞാൻ ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അതിലൊരു പാന് വെക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി പാന് ചൂടായതിനു ശേഷം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ പീസ് ബട്ടർ അത് ആ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പോള അതിൽ നിന്ന് വേഗം വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ബട്ടർ തന്നെ വേണമെന്നില്ല, ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി. ബട്ടർ എല്ലായിടത്തും സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെ മിക്സ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പാനിൽ നല്ലോണം പരത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന നിലയിൽ നല്ല രീതിയിൽ പരത്തി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പരത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തുകയാണെന്നുവെച്ചെങ്കിൽ അതവിടെ നല്ല രീതിയിൽ ഇരുന്നോളും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. അത് അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന നിലയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മസാല ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കാം. മുട്ട ഫുള്ള് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. അത് തന്നെ വേണമെന്നില്ല, ഏത് ചീസായാലും കുഴപ്പമില്ല. അത് ഞാനിതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചീസ് ഇല്ലെങ്കിലും നമുക്ക് ഈ മുട്ട വെച്ചതിന് ശേഷം നമുക്ക് അത് മൂടി വെച്ച് വേവിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ചീസ് ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, അങ്ങനെയും കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ചീസ് ഇട്ടിട്ടുണ്ട്. നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇത് പെട്ടെന്ന് സെറ്റാവും. 5 മിനിറ്റ് പോലും വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചീസൊന്ന് മെൽറ്റാവുന്നത് വരെ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്പെഷ്യൽ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ഒരു കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ഇതാ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നിന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? എങ്ങനെയാ മനോ? സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയോണ്ട് കാര്യങ്ങൾ പറയലില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കാരണം എരിവ് കാര്യങ്ങളൊന്നുമില്ല, നോർമലാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതെ, എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരും. ഓക്കേ, ടാറ്റ.